പറ്റുകയാണെങ്കിൽ മനക്കെട്ടില്ലാത്ത ആളുകൾ ഈ ഒരു സിനിമ കാണാൻ പോകരുത്. ഒരുപാട് നാൾക്ക് മുമ്പേ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയി. അത് നമ്മുടെ ലോകേഷിൻ്റെ സിനിമകളിലുള്ള അമിതമായ വയലൻസ് പരിശോധിക്കണം, അല്ലെങ്കിൽ ലോകേഷിൻ്റെ മനോനില പരിശോധിക്കണം എന്ന് പറഞ്ഞൊരു ഹർജി പോയി. ആ ഒരു ഹർജി കൊടുത്ത ആളെങ്ങാൻ ഈ DC സിനിമ കാണുകയാണെങ്കിൽ അയാളവിടെ തലയിറങ്ങി വീഴും. കാരണം അമ്മാതിരി ബ്രൂട്ടൽ വയലൻസ്, എക്സ്ട്രീം ലെവൽ. ഞാൻ ഈ ഒരു ലെവൽ സിനിമ തിയേറ്ററിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അമ്മാതിരി തോക്കുകൊണ്ടായാലും കത്തി കൊണ്ടായാലും ഒരു താണ്ഡവം, ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇത് ബിഗിനിങ് ടു എൻഡ് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. ഇത് ആരാണ് സംവിധാനം ചെയ്തത്? അനിരുദ്ധാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള സീനുകളാണ്. ഇതിൽ ക്യാമറയാണോ മ്യൂസിക്കിനനുസരിച്ച് പോകുന്നത്, മ്യൂസിക്കാണോ ക്യാമറയ്ക്കനുസരിച്ച് പോകുന്നതെന്ന് നമുക്ക് സംശയവും. പിന്നെ ഈ ഒരു സിനിമ ലോകേഷിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്കറിയാം, പണ്ട് ഈ ഡയറക്ഷൻ ചെയ്യാൻ നേരത്ത് ലോകേഷ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ അഭിനയം ഒരുപക്ഷെ അത് കണ്ടിട്ടായിരിക്കും ഈ ഒരു ലോകേഷ് തന്നെ ഈ ഒരു കാസ്റ്റിംഗ് ചെയ്തേക്കണത്. അതേപോലെ വാമിക ഗബ്ബി. ഇതിൽ വയലൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് ബ്യൂട്ടിഫുള്ളി മനോഹരമായിട്ടൊരു മ്യൂസിക്കൽ സിനിമയാണിത്. മനോഹരമായിട്ട് ഇതിൻ്റെ റൊമാൻറ്റിക് സീനുകളാണെങ്കിലും ഒരു ക്ലീഷേ, ഒരു ക്രിഞ്ചും ഇല്ലാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതേപോലെ അരുൺ മാധേശ്വർ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ അയാൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇനി കാണണം. അയാൾ സംവിധായകൻ എന്ന നിലയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത് ഈ ഒരു സിനിമയിലെ വയലൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്ത് രസമായിട്ടാണ് ഇതിൻ്റെ റൊമാൻസും അതിൻ്റെ ലവ് സീൻ എന്നല്ല ഇതിനെ പറയേണ്ടത്. വളരെ പരാജയപ്പെട്ട ഒരുപാട് ആളുകളുടെ ഒരു കഥയാണ്. ഇതിൽ എൻ്റർ കാസ്റ്റിംഗ് ആണെങ്കിലും വെറുതെ പക്ക നൈസായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മേർഡർ നടക്കുന്നു, അല്ലെങ്കിൽ മേർഡറായിട്ട് ബന്ധപ്പെട്ട് ഇവർ റിവെഞ്ചാണല്ല, മൊത്തത്തിൽ റിവെഞ്ചിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം ഏകദേശം ഈ സിനിമയുടെ ജോണർ എന്താണെന്നൊക്കെ. പക്ഷേ ഇവിടെ ഒരു ഫാമിലി പിള്ളേരായിട്ട് ഒരുപാട് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഷേണൈസിൽ പോയിട്ടാണ്ടോ. പക്ഷേ ഇതിൻ്റെ ഷേണൈസ്, അപ്പോൾ ഇവർ പെട്ടെന്ന് ഈ ഒരു ഇതുപോലുള്ള സിനിമയിലൊക്കെ പെട്ടുപോണ ആളുകളുണ്ട്. ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമക്ക് പോകുന്നതിനും ഇതിൻ്റെ ജോണറും ഇതിൻ്റെ ട്രെയിലറും അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ആ സിനിമ കണ്ടാൽ ഞെട്ടിപ്പോകും. പ്രത്യേകിച്ച് വാമിക ഗബ്ബീനെ മീറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. ആ ഒരു സീനിൽ ഈ നമ്മുടെ മറ്റേ സാധനമില്ല, ആ പാട്ട് വന്ന് ഒരു ഫൈറ്റ് സീനുണ്ട്. എൻ്റെ അമ്മ ഓഫ്, കിളി പോകുന്ന രീതിയിലുള്ള ഫൈറ്റും കിളി പോകുന്ന രീതിയിലുള്ള വിഷ്വലും കിളി പോകുന്ന രീതിയിലുള്ള ആക്ടിങ്ങും, ആ ഒരു സിനിമ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ മ്യൂസിക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. മുകേഷ് ജി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഈ ക്യാമറ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇതൊരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അനിരുദ്ധാണ് ഈ ഒരു സിനിമയുടെ കോർ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെയുള്ള രീതിയിൽ അനിരുദ്ധ് പൂണ്ട് വിളയാടിയിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഇവർ ഡയറക്ടറും ഈ ക്യാമറമാനും അനിരുദ്ധും ചേർന്നുള്ളൊരു മാജിക്കാണ് ഈ ഒരു സിനിമ. ഇതിലെ വയലൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് നൈസായിട്ട് ബ്യൂട്ടിഫുള്ളി ഇതിൻ്റെ പ്രേമവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സഞ്ജലി എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായി. സഞ്ജലിയും നമ്മുടെ വാമിക ഗബ്ബിയുടെയൊക്കെ രൂപം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് അവർ ആ ഫ്രെയിമിൽ കാണാൻ. ഓരോ ഫ്രെയിമും വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. തലൈവാസൽ വിജയ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പിന്നെ തമിഴിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ മാക്സിമം ഈ ഒരു സിനിമ നിങ്ങൾ അറിയാത്ത ആളുകൾ പോയി കാണാതിരിക്കാൻ അവരോടൊരു സജഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വൈസ് കൊടുക്കുക. കാരണം അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇതിൽ വയലൻസ് കാണിച്ചിരിക്കുന്നത്. ലോകേഷിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയിൽ എഡിറ്റിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ, ക്യാമറ, ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചം. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനോ നമുക്ക് പറ്റില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കണം, മനക്കെട്ടില്ലാത്തവർ. കാരണം അതേപോലെ വയലൻസ് ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റെ പൊന്നെ, എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ റിസ്ക് ഉണ്ട് ഇത് കാണുന്നതിൽ. നിങ്ങളപ്പോൾ കാണുക, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. വേറെ എന്തെങ്കിലും പറ്റി പറയാനല്ല, കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ വിശദീകരിച്ച് തരാനുള്ള ഒരു സിനിമ എന്നുള്ളത് കണ്ട് തന്നെ ഫീൽ ചെയ്യാനുള്ള സിനിമയാണ്. കാരണം ആ സംവിധായകൻ്റെ അത്രത്തോളം ഒരു ഉൾക്കാഴ്ച ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിനെ വിശദീകരിക്കാനോ പറ്റില്ല. സിനിമ പോയി കാണുക, എൻ്റെ അഭിപ്രായം പറയാം. ബൈ.